ഈ ചെടിയുടെ മുഖം കണ്ടിട്ട് സർക്കസിലെ കോമാളിയുടെ മുഖത്തിൻ്റെ ഒരു രൂപം സാദൃശ്യം തോന്നുന്നില്ലേ? അതുകൊണ്ട് തന്നെ ഇതിന് ക്ലൗൺ ഫ്ലവർ എന്ന പേരുണ്ട്. ഇത് മജന്ത, ആദ്യം കാണിച്ചത് വയലറ്റ്. ക്ലൗൺ എന്ന് പറഞ്ഞാൽ സർക്കസിലെ കോമാളിക്കാണ് നമ്മൾ ക്ലൗൺ എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇതിനെ കാക്കപ്പൂ എന്ന് പറയും. ഇതിങ്ങനെ പൊട്ടിത്തെറിച്ച് പലയിടത്ത് വീണ് കിളിച്ച് അത് അടുപ്പിച്ച് വെച്ചപ്പോഴും ഇങ്ങനെ വരമ്പ് പോലെ അതിരുണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്കിത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. അനിയൻ്റെ വീട്ടിലിങ്ങനെ വെച്ച് അപ്പോൾ നല്ല ഭംഗിയുണ്ട്. വയലറ്റിനേക്കാൾ എനിക്ക് ഈ നിറമാണ് ഇഷ്ടമായത്. അപ്പോൾ ടൊറേനിയ പ്ലാന്റ്, വിഷ്ബോൺ പ്ലാന്റ്, ക്ലൗൺ ഫ്ലവർ എന്നൊക്കെ പേരുണ്ട്. നമ്മൾ കാക്കപ്പൂ എന്ന് പേര് പറയും. പല നിറമുണ്ട്. ഇവിടെ ഞാൻ മൂന്നേ കണ്ടുള്ളൂ. കണ്ട ഒരു ഇളം റോസ് നിറം, പിന്നെ നല്ല കടും മജന്ത, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല കടും വയലറ്റ്. ഇതാണ് അതിൻ്റെ മുട്ട. കണ്ടോ, അതിനകത്ത് പൂവുണ്ട്. പെട്ടെന്നങ്ങ് വിരിയും കേട്ടോ. വളരെ പെട്ടെന്നാണ് പൂക്കളുണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ പൂക്കളുണ്ടായി കത്തിരിച്ച് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും ശാഖകൾ വന്ന് നിറയെ പൂക്കളുണ്ടാവുമെന്ന് കേൾക്കുന്നത്. കണ്ടോ, വയലറ്റിനേക്കാളും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എനിക്ക് ആ ഒരു മജന്ത നിറത്തോടാണ് ഇഷ്ടം. കാരണം ആ നിറം ആകുമ്പം ദൂരേനെ നമുക്ക് കാണാൻ പറ്റും. വയലറ്റ് ആകുമ്പോൾ അത്ര വിസിബിൾ അല്ല.